ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെറാസ് വ്ളോഗ്സ്. നമ്മളിപ്പോൾ പോകുന്നത് കിളിമാനൂരിൽ ഇരുന്നൂട്ടി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ. മീൻമുട്ടി വെള്ളച്ചാട്ടം എന്നാണ് ഇതിന് പറയുന്നത്. കിളിമാനൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കുറുവൻകുഴി എന്ന സ്ഥലത്തേക്ക് എത്തണം. അതായത് പ്രശസ്തമായ വഴിയോരക്കടയുള്ളൊരു സ്ഥലമാണ് ഈ കുറുവൻകുഴി. അപ്പോൾ ഏകദേശം മിക്ക ആൾക്കാർക്കും ആ ഒരു സ്ഥലം അറിയാതിരിക്കാൻ വഴിയില്ല. അപ്പോൾ ഈ കുറുവൻകുഴി എന്ന സ്ഥലത്ത് നിന്ന് വലത്തേക്ക് കിടക്കുന്ന റോഡാണ് കിളിമാനൂർ കടയ്ക്കൽ റോഡ്. ഈ ഒരു റോഡിലൂടെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പം തൊളിക്കുഴി എന്ന് പറയുന്നൊരു ജംഗ്ഷൻ എത്തും. തൊളിക്കുഴി ജംഗ്ഷനിൽ നിന്ന് വലത് സൈഡിലേക്ക് തിരിഞ്ഞു കയറിയാൽ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ ഇരുന്നൂട്ടി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് അവിടെ കാണും. ആ വഴിയിലൂടെയാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തേണ്ടത്. ആളുകളുടെ അധികം ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ ശാന്തമായി കിടക്കുന്നൊരു സ്ഥലം തന്നെയാണിത് കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ശബ്ദം തന്നെയാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫാമിലിയായിട്ട് വരാനും സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. ഇവിടെയുള്ള ഒരു ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു വന്ന് ധ്യാനത്തിലിരുന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഇരുന്നൂട്ടി എന്ന പേര് ലഭിച്ചതെന്നാണ് പറയുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇതുപോലെ വലിയ വലിയ മരങ്ങളും ഒരു സൈഡിൽ റബ്ബർ മരങ്ങളും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അധികം ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വെള്ളത്തിൻ്റെ ഒരു തണുപ്പും ഈ അന്തരീക്ഷം ഇതുപോലെ ഒരുപാട് മരങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു തണുപ്പും ഒക്കെ ഇവിടെ നല്ലൊരു കാലാവസ്ഥ തന്നെയാണ്. ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്ന നല്ല സീസൺ എന്ന് പറയുന്ന മഴ സീസൺ തന്നെയാണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ചില സമയത്ത് ഇവിടെ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടേക്ക് വരുമ്പോൾ കുട്ടികളൊക്കെ മാതാപിതാക്കളുടെ കൂടെ തന്നെ വരാൻ ശ്രദ്ധിക്കണം. ഇവിടെ വന്ന സമയത്ത് ഞാൻ ഈ 3-4 കുട്ടികളെ കണ്ടു കേട്ടോ. അവരുടെ കൂട്ടത്തിൽ മുതിർന്നവരെ ആരെയും ഞാൻ അങ്ങനെ കണ്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവർ ഒരുപാട് ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ. ഈ ഒരു ഭാഗത്തെല്ലാം ഭയങ്കര കാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടാണ് നമുക്കിനി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ഒരു വ്യൂ. ഇവിടെ വലിയൊരു മരം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ തണലിലാണ് ആ വെള്ളച്ചാട്ടം ഉള്ളത് കേട്ടോ. അപ്പം വെള്ളത്തിൻ്റെ തണുപ്പും ഈ മരത്തിൻ്റെ തണലും കൂടെ എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഇതാണ് ഇവിടെ ഇരിക്കാനൊക്കെ. ജെൻസ് ഒക്കെ ഇവിടെ കുളിക്കുന്നുണ്ട്. അപ്പോൾ ലേഡീസിനൊക്കെ വന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങണമെങ്കിൽ തന്നെ ഡ്രസ്സൊക്കെ നനഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സൗകര്യമൊന്നും ഇവിടെ അടുത്തൊന്നും ഇല്ല. ഇറങ്ങി വരുന്ന സ്ഥലത്തായിട്ട് മുകളിലായിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട്. പക്ഷേ അത് ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ വരുന്നവരിങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ഏതായാലും കൊള്ളാം, സൈറയ്ക്ക് വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവളെ ഞാൻ വെള്ളത്തിലൊന്ന് ഇറക്കി. ഇതുപോലുള്ള തോടും പുഴയൊന്നും സേറാധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരാനും കളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അവളുടെ ഇഷ്ടത്തിന് വേണ്ടി കുറച്ച് നേരം ഞാൻ വെള്ളത്തിലൊക്കെ അവളെ നിർത്തി. ഇനി നമ്മൾ ഇവിടെ നിന്നും പോവുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്ന വഴിയോരക്കടയിലേക്കാണ്. അവിടെ അടിപൊളി ഊണ് കിട്ടും. അപ്പോൾ അവിടുന്ന് ഊണും കഴിച്ചിട്ട് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകും. അങ്ങനെ നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വഴിയോരക്കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിൽ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ ഉച്ചയൂണിൻ്റെ സമയത്തെ തിരക്ക്. ഞാനിവിടെ ഊണ് കഴിക്കാൻ മാത്രമേ വന്നിട്ടുള്ളൂ. അത് എല്ലായ്പ്പോഴും ഈ ഒരു തിരക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എപ്പോൾ ഇവിടെ ഊണ് കഴിക്കാൻ വന്നാലും ഈ ഒരു തിരക്കാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോനും സേറയും ഞാനും കൂടെയാണ് ഇന്നത്തെ യാത്രയ്ക്കൊക്കെ പോയത്. അപ്പം ഞാനിവിടുന്ന് കുറേ വട്ടം ഊണൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ ഇവിടുത്തെ ഊണൊന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്
ഇങ്ങോട്ടേക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റൊക്കെ കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ഊണ് വന്നിട്ടുണ്ട്. നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചത് കണവ തോരനും ചെമ്മീൻ റോസ്റ്റുമാണ്. അപ്പോൾ രണ്ടും അടിപൊളിയായിരുന്നു. അതിന് ഊണൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് വേഗം ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്തേക്ക് സൈറയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഐസ്ക്രീമും കൂടെ വാങ്ങിച്ച് കൊടുത്തിട്ട് നമ്മളിവിടുന്ന് പോവുകയാണ്. അപ്പോൾ ചെറിയ വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.